മാടായി കോളേജ് വിവാദം പ്രാദേശിക പ്രശ്നം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നും പ്രശ്നപരിഹാരത്തിന് വ്യക്തിപരമായി താൻ മുൻകൈയെടുക്കുമെന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി. മാടായി കോളേജ് വിവാദത്തിൽ നടപടി നേരിട്ടവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തി. പ്രതിഷേധത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലായവരുമായാണ് കൂടിക്കാഴ്ച. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, പ്രതിപക്ഷ നേതാവ് വളരെ പ്രാദേശികം പ്രശ്നം എന്ന നിലയിൽ ലഘൂകരിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അടക്കം കണ്ട കാഴ്ച കോൺഗ്രസ് പ്രവർത്തകർ തന്നെ MK രാഘവൻ്റെ കോലവുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, പ്രകോപന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് അവരെ പറഞ്ഞയച്ചത് ആരാണെന്നറിയാം എന്ന് ദില്ലിയിൽ MK രാഘവൻ പറയുകയും ചെയ്യുന്നു. കണ്ണൂരിൽ അങ്ങനെ MK രാഘവനും കെ സുധാകരൻ അനുകൂലികളും തമ്മിൽ നടക്കുന്ന ആ ഒരു ഭിന്നത അതിൻ്റെ പരമാവധിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണോ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ പ്രശ്നം ശമിപ്പിക്കാൻ ഇടപെടേണ്ടി വരുന്നത്? തീർച്ചയായും ശരത്ത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പോലെ പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് കോൺഗ്രസിലെ ഒരു സംസ്ഥാന പ്രശ്നത്തിനപ്പുറവും കടന്നൊരു ദേശീയ പ്രശ്നമായിരിക്കും. കാരണം MK രാഘവൻ MP ഈ വിഷയത്തിൽ AICC നേതൃത്വത്തിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏകപക്ഷീയമായ ഒരു കടന്നാക്രമണം MPക്കെതിരെ ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് AICC നേതൃത്വത്തെ ഉൾപ്പെടെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിനകത്തെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അതോടൊപ്പം തന്നെ പുതിയ ഒരു തുറന്ന പോരിനുമാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഇന്ന് കണ്ണൂരിലുണ്ടായത് വളരെ അസാധാരണമായ സംഭവ വികാസങ്ങളാണ്. കാരണം പാർട്ടി നടപടി നേരിട്ട ആളുകൾ, സസ്പെൻഷനിലായ ആളുകൾ, അവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാണ് പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത്. അവരുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ തന്നെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശൻ പറയുന്നത് ഈ പ്രശ്നപരിഹാരത്തിന് താൻ മുൻകൈയെടുക്കും എന്നാണ്. അതായത് KPCC പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. KPCC പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനാ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്ന് അതിന് മറ്റ് വിഷയങ്ങൾ ഇടപെടേണ്ടതും KPCC പ്രസിഡന്റാണ്. ആ KPCC പ്രസിഡന്റിൻ്റെ സ്വന്തം ജില്ലയിൽ കണ്ണൂരിലാണ് ഈ പ്രശ്നപരിഹാരത്തിന് താൻ മുൻകൈയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ സസ്പെൻഷനിലായ നടപടിക്ക് വിധേയരായവരുമായി ഇന്ന് ഈ കണ്ണൂരിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദം കോൺഗ്രസിനകത്ത് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അത് വീണ്ടും തെരുവിലേക്ക് എത്തി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ അതിലേക്ക് വരാം, സന്തോഷിലേക്ക് വരാം. സന്തോഷ് വരാം. രാവിലെ സന്തോഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് കണ്ണൂരിൽ വെച്ച് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടപടി നേരിട്ടവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സന്തോഷ് സൂചിപ്പിച്ച വിധം പറഞ്ഞതൊന്ന് കാണാം. ഇവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ്. അത് പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. അല്ല, അതല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. അല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് MK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. റൈറ്റ് സന്തോഷ്, ഇതാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ പറഞ്ഞ കാര്യം, രമ്യമായി പരിഹരിക്കും. കാരണം ഇത് വഷളായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം. കാരണം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ DCC തലം മുതൽ താഴോട്ട് രണ്ടായി ചേരിതിരിഞ്ഞ അവസ്ഥയാണോ ഇന്നലെയൊക്കെ കണ്ടത്? നേരത്തെ സന്തോഷ് അതാണ് പറഞ്ഞു വന്നത്. MK രാഘവൻ MPയുടെ, കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിൻ്റെ, അതും ലോക്സഭാ അംഗത്തിൻ്റെ വസതിയിലേക്ക് പ്രകോപന മുദ്രാവാക്യങ്ങളുമായി പോവുക, അദ്ദേഹത്തിൻ്റെ കോലം കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുക. ദില്ലിയിൽ നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ AICCയോട് പരാതി പറയുക, MK രാഘവൻ പറഞ്ഞയച്ചതാരാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ കണ്ണൂരിലെ കെ സുധാകരൻ അനുകൂല പക്ഷമാണ് ഈ തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന പരാതി അദ്ദേഹത്തിനുണ്ട് എന്നാണോ? തീർച്ചയായും ഇത് MK രാഘവൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിന് പിന്നിൽ കെ സുധാകരനാണ് എന്നുള്ള സൂചന തന്നെയാണ് MK രാഘവൻ നൽകുന്നത്. മാത്രമല്ല, കണ്ണൂരിലെ പ്രതിഷേധത്തിൻ്റെ ആ ഒരു സ്വഭാവം പരിശോധിച്ചാലും ആ കാര്യം മനസ്സിലാകും. കണ്ണൂരിലെ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുന്നത് കെ സുധാകരൻ്റെ അടുത്ത അനുയായികളായിട്ടുള്ള പ്രാദേശിക നേതാക്കന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ MK രാഘവൻ MP കണ്ണൂരിൽ അടുത്ത കാലത്തായി സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പല പരിപാടികളിലും പാർട്ടി അറിയാതെ തന്നെ
KPCC പ്രസിഡന്റിൻ്റെ ജില്ലയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കെ സുധാകരന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വിവാദത്തെ ആളിക്കത്തിച്ച് MK രാഘവൻ MPക്കെതിരായ ഒരു വിവാദം ഉണ്ടാക്കുന്നത്. ഇന്നലെ ഈ MK രാഘവൻ MPയുടെ വീട്ടിലേക്ക് നടത്തിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾ വീട്ടിൽ കയറി അടിക്കുമെന്നാണ്. MPയെ വീട്ടിൽ കയറി അടിക്കും, നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ വളരെ പ്രകോപനപരമായ ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല, വീടിന് മുന്നിൽ വെച്ച് MK രാഘവൻ MPയുടെ കോലം കത്തിക്കുകയും ചെയ്തു. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ MK രാഘവൻ പറഞ്ഞത് ഈ കോലം കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കത്തിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സന്തോഷ് അതിലേക്ക് വരാം. MK രാഘവന്റെ കോലവും വഹിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ രാത്രി നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ സന്തോഷ് പറഞ്ഞതുപോലെ. രാവിലെ പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ. തീർച്ചയായും അത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായും എങ്ങനെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ ഈ ഒരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. കാരണം MK രാഘവൻ MP ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായും പറയുന്നു, ആരാണ് ഈ പ്രവർത്തകരെ ഇളക്കി വിടുന്നതെന്ന് തനിക്കറിയാം, അത് വേണമെങ്കിൽ പിന്നീട് വെളിപ്പെടുത്തും എന്നുള്ള സൂചന പോലും MK രാഘവൻ MP നൽകുന്നുണ്ട്.